മണ്ഡലപൂജയ്ക്കായി ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിശദാംശങ്ങൾ നൽകും. സോണൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തിരക്ക് ഇന്നൊക്കെ അനുഭവപ്പെടുന്നത്? വിവരങ്ങൾ എന്തൊക്കെ സോണൽ? മോത്തി, ഇന്ന് സന്നിധാനത്ത് തിരക്ക് ശാന്തമാണ്, തിരക്ക് കുറവാണ്. സുഗമമായ അയ്യപ്പന്മാർക്ക് ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കും. വലിയ നടപ്പന്തലിലെ അല്പം നേരത്തെ കാത്തുനിൽപ്പ് മാറ്റി നിർത്തിയാൽ കാനനപാതയിൽ എവിടെയും ഭക്തജന തിരക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ട് ഏകദേശം 5:30 കൂടി കനത്ത മഴ സന്നിധാനത്തുണ്ടായിരുന്നു. അത് ഏകദേശം 7 മണി 7:30 വരെ ആ മഴ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. മഴ നനഞ്ഞ അയ്യപ്പനെ കാണുന്ന ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി പാടെ മാറുന്ന കാഴ്ചയാണ്. രാവിലെ മുതൽ നല്ല വെയിലാണ്, മഴ പാടെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മണ്ഡലവാസ പൂജകൾക്കായി 26, 27 തീയതികളിലേക്കുള്ള ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. 2 ദിവസങ്ങളിലായി 65,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി പ്രവേശനമുള്ളത്. ആദ്യ ദിവസം 26-ാം തീയതി 30,000 പേർക്കും 2ാം ദിവസം 35,000 പേർക്കുമാണ് പ്രവേശനം ഉണ്ടാവുക. എന്തായാലും സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ നിലവിൽ 5,000 എന്നുള്ളത് അത് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ ദേവസ്വം ബോർഡും കോടതിയുമായി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്ത് തിരക്ക് കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും മല കയറിയെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, പുല്ലുമേട് സത്രം വഴി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചാണ്. അവർക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെ മാത്രമായിരിക്കും അവരെ സത്രം വഴി സന്നിധാനത്തേക്ക് കയറ്റി വിടുക. അത് അവരുടെ സുരക്ഷ പാലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ചെറിയ കുട്ടികളുമായി വരുന്നവർ, പ്രായമായവർ ഇവരൊക്കെ ഈ കാനനപാത ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരക്ക് നിയന്ത്രണ വിധേയമായി മുന്നോട്ട് പോകുന്നു. 24 ലക്ഷം പേരാണ്